രാജ്യത്തെ മതേതര വിശ്വാസികളെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കെതിരെ നടക്കുന്ന വേട്ടയാടലിനെ പറ്റി ജനോസൈഡ് വാച്ച് എന്ന ആഗോള സംഘടനയുടെ സ്ഥാപകനായ പ്രൊഫസർ ഗ്രിഗറി എച്ച് സ്റ്റാൻഡൻ നടത്തിയ ഒരു നിരീക്ഷണമാണ് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനം. മുസ്ലിം സമുദായത്തിനെതിരെ നടക്കുന്ന വേട്ടയാടലോടെ ഇന്ത്യ വംശഹത്യയുടെ 8ാം ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണെന്നുള്ള മതേതര വിശ്വാസികളെ ആശങ്കപ്പെടുത്തുന്ന നിരീക്ഷണമാണ് ഗ്രിഗറി എച്ച് സ്റ്റാൻഡൻ നടത്തിയിരിക്കുന്നത്. വംശഹത്യയെക്കുറിച്ച് പഠിക്കുകയും അതിന്റെ 10 ഘട്ടങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്ത പ്രമുഖനാണ് സ്റ്റാൻഡൻ. വംശഹത്യ അടക്കമുള്ള എല്ലാത്തരം കൂട്ടക്കൊലകളും തടയുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സംഘടനയാണ് ജനോസൈഡ് വാച്ച്. ഇതിന്റെ സ്ഥാപകനാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. ജസ്റ്റിസ് ഫോർ ഓൾ ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച വെർച്വൽ പരിപാടി അഭിസംബോധനം ചെയ്ത് സംസാരിക്കവെയാണ് ഉന്മൂലനം നടത്തുന്നതിന് ഒരു ചുവട് മാത്രം അകലെയുള്ള വംശഹത്യ, പീഡനം എന്നിവയുടെ 8ാം ഘട്ടത്തിലാണ് ഇന്ത്യ നിലനിൽക്കുന്നതെന്ന് സ്റ്റാൻഡൻ മുന്നറിയിപ്പ് നൽകിയത്. അത് സംഭവിക്കുന്നത് നേരിൽ കാണുന്നതിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ സന്തോഷവാനായിരിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. RSSുമായുള്ള മോദിയുടെ ബന്ധത്തെ അദ്ദേഹം രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. RSS സ്ഥാപിതമായതു മുതൽ രാജ്യത്ത് വിദ്വേഷം പരത്തുകയാണ്. അടിസ്ഥാനപരമായി RSS ഒരു നാസി സംഘടനയാണ് എന്നും വാസ്തവത്തിൽ അത് ഹിറ്റ്ലറെ ആരാധിക്കുന്നതെന്നും അദ്ദേഹം ഈ പരിപാടിയിൽ പറയുന്നുണ്ട്. ഇന്ത്യക്ക് ബഹുസ്വരതയുടെ മനോഹരമായ ഒരു ചരിത്രമുണ്ട്. എന്നാൽ 2014 BJP സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ ഹിന്ദു രാഷ്ട്രത്തിനായി വാദിക്കുന്നതും അതിലൂടെ മതേതര തത്വങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യുന്നത് ഞങ്ങൾ കാണുന്നുണ്ട് എന്നാണ് അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യത്തിനായുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ് കമ്മീഷൻ ചെയർപേഴ്സണായ നദീം മാൻസ ഈ പരിപാടിയിൽ അഭിപ്രായപ്പെട്ടതും. ഹരിദ്വാറിൽ അടുത്തിടെ നടന്ന ഹിന്ദുമത പാർലമെന്റിൽ മുസ്ലിങ്ങൾക്കെതിരെ നടത്തിയ വംശഹത്യ ആഹ്വാനം പരാമർശിച്ചായിരുന്നു മാൻസയുടെ ഈ പ്രതികരണം. അമേരിക്കൻ വിദേശകാര്യ വകുപ്പിന് വേണ്ടി നടത്തിയ പഠനത്തിലാണ് 1996 ഡോക്ടർ ഗ്രിഗറി എച്ച് സ്റ്റാൻഡൻ വംശഹത്യയുടെ 10 ഘട്ടങ്ങൾ വിശദീകരിച്ചത്. റുവാണ്ടയിൽ ജോലി ചെയ്യുമ്പോൾ സ്റ്റാൻഡൻ വംശഹത്യയെക്കുറിച്ചുള്ള തന്റെ വിഖ്യാതമായ പഠനം പുറത്തിറക്കുന്നത്. ഇതനുസരിച്ച് 10 ഘട്ടങ്ങളായാണ് വംശഹത്യ അരങ്ങേറുന്നതെന്ന് പ്രൊഫസർ സ്റ്റാൻഡൻ പറയുന്നുണ്ട്. ഞങ്ങളും നിങ്ങളും എന്ന വേർതിരിവുണ്ടാക്കുക, ഇരയാക്കപ്പെടുന്നവരെ വിദേശികളെന്ന മുദ്ര കുത്തുക, ഇരകളെ അല്ലെങ്കിൽ ശത്രുക്കളെ അപമാനിക്കുകയാണെന്ന് ഈ ഘട്ടത്തിൽ നടക്കുക, ഭീകരരെന്ന് വിളിക്കുക, അപഹസിക്കുക, സമൂഹത്തെ നശിപ്പിക്കുന്നവരാണ് അവരെന്ന് അധിക്ഷേപിക്കുക തുടങ്ങിയവയാണ് ഈ ഘട്ടത്തിൽ നടക്കുക. ശക്തമായ പ്രചാരണത്തിലൂടെ സമൂഹത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കുക എന്നതാണ് അടുത്ത ഘട്ടം. വിദ്വേഷ പ്രസംഗങ്ങൾ വ്യാപകമാവുന്നത് ഈ ഘട്ടത്തിലാണ് എന്ന മുന്നറിയിപ്പും പ്രൊഫസർ സ്റ്റാൻഡൻ നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.